തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയത് വലിയ ഒരു തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യങ്ങൾ കോടതി തള്ളിക്കളഞ്ഞു. ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർക്ക് പേര് പുനഃപരിശോധനയ്ക്ക് ആധാർ കാർഡ് സമർപ്പിക്കാമെന്ന ഉത്തരവ് വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്നും ഇതിനായി ഫോമുകൾ നേരിട്ട് നൽകേണ്ട ആവശ്യമില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷയോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കാത്ത ആധാർ കാർഡോ സമർപ്പിക്കാമെന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരെ പാർട്ടികൾ സഹായിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫോമുകൾ സമർപ്പിക്കുന്നതിന് അതത് ബൂത്തുകളിലെ ആളുകളെ സഹായിക്കുവാൻ തങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകണമെന്ന് ബീഹാറിലെ 12ഓളം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജെ ബാഗ്സി എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കിയവർ വീണ്ടും പട്ടികയിലേക്ക് ഇടം പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാകുന്നത്. വിഷയത്തിൽ ഹർജിക്കാരില്ലാത്ത എല്ലാ അംഗീകൃത പാർട്ടികളെയും കോടതി ഹർജികളിൽ എതിർകക്ഷികളായി ചേർത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏകദേശം 1.6 ലക്ഷം ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ടായിട്ടും അവരിൽ നിന്നും 2 എതിർപ്പുകൾ മാത്രമാണ് വന്നതെന്നതിൽ കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു. എന്നാൽ ബൂത്ത് ലെവൽ ഏജന്റുമാർ നൽകുന്ന എതിർപ്പുകൾ ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ള പരാതികളാണ് പാർട്ടികൾ കോടതിയെ അറിയിച്ചത്. സമർപ്പിക്കുന്ന അപേക്ഷകൾക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ റെസിപ്റ്റുകൾ നൽകുന്നില്ല എന്നുള്ള ചില ഹർജിക്കാരുടെ ആശങ്കകളും പരിഗണിച്ചുകൊണ്ട് ഫോമുകൾ നേരിട്ട് സമർപ്പിക്കുന്നിടത്തെല്ലാം BLOമാർ റെസിപ്റ്റ് നൽകണമെന്ന നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കോടതി നിർദ്ദേശിച്ച പ്രകാരം കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ പേരുകളും ഒഴിവാക്കാനുള്ള കാരണങ്ങളും അടങ്ങിയ പട്ടിക തെരഞ്ഞെടുപ്പ് വെബ്സൈറ്റിലും പോളിംഗ് ബൂത്തുകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുമായും ഈ പട്ടിക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പേര് നീക്കം ചെയ്തതിൽ ഒരൊറ്റ എതിർപ്പ് പോലും നൽകിയിട്ടില്ല എന്ന് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ സീനിയർ അഭിഭാഷകരായ കപിൽ സിബലും അഭിഷേക് മനു സിംഗ്വിയും അതിനെ എതിർക്കുകയും ചെയ്തു. നിരവധി എതിർപ്പുകൾ ചർച്ച ചെയ്യുന്ന ഈയൊരു ഘട്ടത്തിൽ എങ്ങനെ ഒരു എതിർപ്പ് പോലും ഉണ്ടായില്ല എന്ന് പറയുന്നു എന്നുള്ള ചോദ്യമാണ് കപിൽ സിബൽ മറുചോദ്യമായി ചോദിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശരിക്കും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 ഹ്യുണ്ടായി എസ്റ്റർ കാറുകളും ഒപ്പം 100 വീതം LED ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറയെ സമ്മാനങ്ങളും. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടും. ഗോപുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും.